സ്ക്രീനിൽ കാണുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് അല്പസമയം മുമ്പ് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരനും KP ശ്രീശനും BJP നേതാവും ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ സ്റ്റിൽസാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം ഒരു സൈഡിൽ പ്രധാനമന്ത്രി നേരത്തെ നാവികസേന ആസ്ഥാനത്തേക്ക് ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ, അത് ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം എത്തിയത്, ആ ദൃശ്യങ്ങളുമാണ് കാണുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഒരു സൈഡിൽ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി മഹാരാജാസ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ നിന്നാണ് പ്രധാനപ്പെട്ട റോഡ് ഷോ, ഏവരും കാത്തിരിക്കുന്ന റോഡ് ഷോ ഈ രാത്രിയിൽ നടക്കാൻ പോകുന്നത്. 10, 15, 20 മിനിറ്റെങ്കിലും ആ റോഡ് ഷോയ്ക്ക് വേണ്ടിവരും. 1.3 കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യമുള്ളത്. ഗസ്റ്റ് ഹൗസിലേക്കാണ് പ്രധാനമന്ത്രി പോകുന്നത്. റോഡിന് ഇരുവശത്തും നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലുടനീളം കണ്ടതുപോലെ 10,000-കണക്കിന് BJP പ്രവർത്തകരും കൊച്ചിയിലെ പൗരാവലിയും ഒക്കെ തന്നെ പ്രധാനമന്ത്രിക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരൊക്കെയുണ്ട്. അവരൊക്കെ തികഞ്ഞ ആവേശത്തിലായിരുന്നു. ഒരു നിമിഷം പോലും, എത്ര വൈകിയാൽ പോലും ഒരു തരത്തിലുള്ള തളർച്ചയില്ല എന്ന് അവർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി രാഷ്ട്രീയമായി തന്നെ വരവേൽക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന BJP പ്രവർത്തകരെയാണ് കൊച്ചിയിൽ കാണാൻ കഴിയുന്നത്. BJPയെ സംബന്ധിച്ചോളം ഒരു രാഷ്ട്രീയ വേദിയായി തന്നെ അവർ മാറ്റിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ വേദിയായി പ്രധാനമന്ത്രിയുടെ വരവിനെ മാറ്റിയിരിക്കുന്നു. ഇനി റോഡ് ഷോയും ആ രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യാനാണ് BJP നേതൃത്വത്തിൻ്റെ നിലപാട്. ആ രീതിയിലുള്ള കാഴ്ചകളാണ് കൊച്ചിയിൽ കാണാൻ കഴിയുന്നത്. രാത്രി വൈകി 7:30 നേരത്തെ പറഞ്ഞതുപോലെ റോഡ് ഷോ നിശ്ചയിച്ചത്. അത് അല്പസമയം കൂടി 5 മിനിറ്റോ മറ്റോ നീളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 8 മണിക്ക് മുൻപ് തന്നെ ഈ റോഡ് ഷോ പൂർത്തിയാകാനാണ് സാധ്യത. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. രാഗിനി, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനം എവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്? അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങും. തുടർന്ന് നേരെ നമ്മൾ ഈ കാണുന്ന റോഡിലൂടെ ഇവിടേക്ക് എത്തും. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിലേക്കായിരിക്കും പ്രധാനമന്ത്രി വരിക. അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അവിടെ റോഡ് ഷോ തുടങ്ങും. അവിടെ നിന്ന് ഏകദേശം 1.3 കിലോമീറ്റർ ദൂരം റോഡ് ഷോ ഉണ്ടാകും. ഏകദേശം ഒരു 20 മിനിറ്റോളം റോഡ് ഷോ നീണ്ടു നിൽക്കും. ഈ വീതിക്ക് ഇരുവശവും പ്രവർത്തകർ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അവർ അവരുടെ നേതാവിനെ കാത്തു നിൽക്കുന്നു. ഉച്ച മുതൽ അവർ നിൽക്കുകയാണ്. എന്തായാലും കയ്യിൽ പുഷ്പവൃഷ്ടി നടത്തുന്നുള്ള പൂക്കളും മറ്റും ഏന്തിക്കൊണ്ട് മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകരൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചുറ്റി നേരെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്കാണ് വരിക. ഗസ്റ്റ് ഹൗസിന് തൊട്ട് സമീപം ഈ റോഡ് ഷോ അവസാനിക്കും. അതിനുശേഷം അദ്ദേഹം തങ്ങുന്നത് ഗസ്റ്റ് ഹൗസിലാണ്. എന്തായാലും റോഡ് ഷോയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഈ കാണുന്ന വീഥിയിലൂടെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നുപോകും. വലിയ ജനപങ്കാളിത്തം BJP നേതൃത്വം ഉറപ്പാക്കുന്നുണ്ട്. ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനം വലിയ ഒരു സംഭവമാക്കാനുള്ള ഒരുക്കത്തിലാണ് BJP സംസ്ഥാന നേതൃത്വം. അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കഴിഞ്ഞ കുറേ നാൾക്ക് മുൻപേ BJP തുടങ്ങിയിരുന്നു. ആന്ധ്രയിൽ നിന്നാണ് പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ വന്നത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നേവൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. അവിടെ നിന്നും പ്രധാനമന്ത്രി വാഹന വ്യൂഹത്തിൽ പ്രത്യേക വാഹനത്തിൽ ഈ ഗ്രൗണ്ട് ജംഗ്ഷനിലേക്ക് വരും. അവിടെ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചിരിക്കുകയാണ്. രാത്രിയാണ് റോഡ് ഷോ. ഈ വഴികളൊക്കെ തന്നെ ദീപാലങ്കൃതമായി കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകരൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. പ്രവർത്തകരുടെ കയ്യിൽ കുങ്കുമഹരിത പതാകയുമായി അവർ അവരുടെ നേതാവിനെ വരവേൽക്കാൻ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ ലക്ഷ്യം കേരളവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. 2014-ലും 2019-ലും നടക്കാതെ പോയ ആ സ്വപ്നം ഈ തവണ BJP പ്രവർത്തകരൊക്കെ പ്രധാനമന്ത്രിയുടെ വാഹനം അടുക്കുമ്പോൾ ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുകയാണോ? തീർച്ചയായും വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ച മുതൽ അവരൊരേ നിൽപ്പാണ് അവരുടെ നേതാവിനെ കാണുന്നതിന് വേണ്ടി. അവർ ഓരോ ഘട്ടമെത്തുമ്പോഴും, അതായത് പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തപ്പോഴും ഇവിടെ മുദ്രാവാക്യം വിളികൾ ഉയർന്നു. അതിനുശേഷം ഹെലികോപ്റ്ററിൽ നാവികസേന ആസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തിയപ്പോഴും ഈ മുദ്രാവാക്യം വിളി ഉയർന്നു. ഇനി അല്പസമയം മാത്രമേ ഇവിടേക്ക് എത്താനുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ അതിൻ്റെ ആവേശത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, മോദിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും വലിയ ആവേശം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ പ്രവർത്തകരൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു. അവരവരുടെ നേതാവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് റോഡ് ഷോ. അവിടെ പകലായിരുന്നു. കൊച്ചിയിലും യുവം പരിപാടിക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ പകലാണ് റോഡ് ഷോ നടന്നത്. ഇത് രാത്രി റോഡ് ഷോ നടക്കുന്നു. വലിയ ജനപങ്കാളിത്തം BJP നേതൃത്വം ഉറപ്പാക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് തുറന്ന് മുന്നോട്ട് പോവുക എന്നതാണ് BJPക്ക് മുന്നിലുള്ള ദൗത്യം. അതിന് കഴിഞ്ഞ തവണകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര നേതൃത്വം ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ആർജിച്ചിട്ടുണ്ട്.